എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മദീനത്താണ്. നമ്മൾ ഇന്ന് പോണത് മദീന ടു റിയാദാണ്. റിയാദക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഏകദേശം 850 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള സാധനം ഡേറ്റ്സ് ആണ്. നമ്മൾ ഇൻഷാല്ലാ ഈത്തപ്പഴത്തിൻ്റെ സെയിലാണ്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഈത്തപ്പഴത്തിൻ്റെ സൗദി ഈത്തപ്പഴത്തിൻ്റെ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട് മാഷാ അല്ലാ. അപ്പോൾ ഇനി അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നമ്മൾ ഒരുപാട് വീഡിയോ ഇനി വരാനുണ്ട്. റിയാദിലാണ് നമ്മൾ സെയിൽ ചെയ്യാൻ പോണത് ഇൻഷാല്ലാ. അപ്പോൾ എന്താ പറയുക, റിയാദിൽ കാണാം നമുക്ക്. ഞാൻ റിയാദിക്ക് ഇതുവരെയായിട്ട് പോയിട്ടില്ല. ജസ്റ്റ് അവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അങ്ങനെ വരുന്നത് മാത്രമേ ഉള്ളൂ റിയാദുമായിട്ട് ബന്ധം, വേറൊരു ബന്ധമല്ല. റിയാദ് ഭയങ്കര വലിയ സിറ്റിയാണ്, റോഡ് ഭയങ്കര റഷാണ് എന്നൊക്കെ അറിയാം. റിയാദ് ബത്തയിലാണ് ഇൻഷാ അല്ലാ. അപ്പോൾ ഇവിടെ മദീനത്താണ്. മദീനത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കൊന്ന് എല്ലായിടത്തും പോകാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാ ഇവിടെ ഞാനൊരു എന്തായാലും വരുന്നതാണ്. മദീനയല്ല, ഇവിടെ സിയാർത്ത് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇൻഷാ അല്ലാ എനിക്ക് സിയാർത്ത് ചെയ്യണം. അങ്ങനത്തെ എല്ലാ സ്ഥലത്തും പോകണം ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ ശരിക്കും പോയിട്ടില്ല. ആകെ പോയിട്ടുള്ളത് ഹറമക്കാണ് പോയിട്ടുള്ളത്. പിന്നെ അവിടെ 1-2 സ്ഥലങ്ങളിൽ മാത്രം പോകാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ സ്ഥലങ്ങൾക്ക് ഇൻഷാ അല്ലാ ഇനി പോകാനുണ്ട്. ഞങ്ങൾക്ക് ഏകദേശം ഒരു 10 മണിക്കൂർ യാത്ര ഉണ്ടാകും. അപ്പോൾ ഇവിടെ നിന്ന് മദീന ടു റിയാദ് ഏകദേശം ഒരു 10 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ മദീന ടു റിയാദ്. ഇവനാണ് നമ്മുടെ ഇവനാണ് നമ്മളെ കൂടപ്പുറപ്പ്, ആ സഹചാരി. എന്തോ പറയാൻ ഉദ്ദേശിച്ചതാണ് എനിക്ക്. അപ്പോൾ ഓക്കെ, ഓക്കെ, നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ്. ഓക്കെ, നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇത് ഉഹദ് മലയാണ്. ഉഹദ് മലയുടെ ഒരു ഭാഗമാണ് ഇത്, കണ്ടോ. ഇവിടുന്ന് നമുക്ക് അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഒരു തൂണ് പോലെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ കാണാം. ലൈനായിട്ട് ഇങ്ങനെ നിൽക്കണ കാണാം. ഇതൊക്കെ ഒരു ലൈറ്റപ്പാണ്. രാത്രി ഇതിൽ നിന്നിട്ട് ലൈറ്റ് അടിക്കും, മലമ്മക്ക് ലൈറ്റ് അടിക്കും. ഈ മല നമുക്ക് ദൂരത്തു നിന്നൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ കഴിയും. ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു മല ആയതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റൊക്കെ അടിച്ചിട്ട് നമുക്ക് ഈ ഒരു മലനെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റണത്. കണ്ടോ, ഇങ്ങനത്തെ ഒരുപാട് ലൈറ്റിൻ്റെ കാലുകളുണ്ട് അവിടെ. ഇതിന് ലൈറ്റ് മലമ്മക്ക് ലൈറ്റ് അടിച്ചിട്ട് നമുക്ക് ആ മല വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത്യാവശ്യം ദൂരത്തു നിന്ന് തന്നെ നമുക്ക് അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ജിദ്ദയിലായിരുന്നു. ജിദ്ദയിൽ കുറച്ച് സ്ഥലങ്ങളും ഇതൊക്കെ കാണാൻ പറ്റി നമുക്ക്. അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. ടോട്ടൽ എത്ര വീഡിയോ എടുക്കാൻ പറ്റി എന്നുള്ളത് എനിക്കറിഞ്ഞിട്ട് തോന്നുന്നു. അത് വണ്ടി കാര്യങ്ങളിതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ടാക്സി വിളിച്ച് പോകണം. പിന്നെ ജോലി തിരക്ക് കാര്യങ്ങൾ ഇതൊക്കെ ആയതുകൊണ്ട് നമുക്കൊരുപാട് മിസ്സായിട്ടുണ്ട്, കുറേ വീഡിയോ എടുക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ അൽഹംദുലില്ലാഹ് മദീന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഈ ജിദ്ദ ആൻഷിയിലും മദീന ആൻഷിയിലും എനിക്ക് ശരിക്കും കറങ്ങാനും അല്ലെങ്കിൽ എല്ലായിടത്തും എത്തിപ്പെടാനൊന്നും പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാ അതിനൊക്കെ പറ്റും, അതിനൊരു സാഹചര്യം വരും എന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടതും അതേമാതിരി നമ്മൾ സ്ഥിരം കണ്ടതും കാണാത്തതായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇപ്പോൾ മദീനത്താണെങ്കിലും അതേപോലെ ജിദ്ദയിലാണെങ്കിലും ഇസ്ലാമിക ചരിത്രപരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മക്കത്ത് അതേമാതിരി മദീനത്തൊക്കെ ഉള്ളതാണ്, എല്ലാവർക്കും അറിയാം. ഇവിടെ രണ്ടിടത്തൊന്നും അല്ല കേട്ടോ, ഇവിടെ ഈ സൗദിയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനത്തെ കാണാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് അതിലൊക്കെ എത്തിപ്പെടണം, അതിലൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ ഈ ഒരു നാട്ടിൽ വന്നിട്ട് ഈ ഒരു നാട് ശരിക്കും കാണാണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലായിടത്തും പോകാതായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടമാക്കാറും. ജീവിതത്തിൽ നമുക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് ഇവിടെ വരാൻ പറ്റിയത്, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യാനാണെങ്കിലും വരാൻ പറ്റിയല്ലോ എന്നുള്ളതൊക്കെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നാട് ശരിക്കും കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടില്ലെങ്കിൽ അത്രത്തോളം വൻ നഷ്ടമാക്കാറ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചകൾ എനിക്ക് മടുക്കോളം കാണണമെന്നുണ്ട്. ഇൻഷാ അല്ലാ ആദ്യമായിട്ടുള്ള ആഗ്രഹമുണ്ട്.
അങ്ങനെ ഏകദേശം പകുതി ദൂരം പോന്നിട്ടുണ്ട്. ഏകദേശം ഒരു 300 കിലോമീറ്റർ പോന്നിട്ടുണ്ട്. ഇനി ഒരു 360 കിലോമീറ്ററും കൂടെ, ഏകദേശം ഒരു 3.5 മണിക്കൂർ. നല്ല കയറ്റാണ് അല്ലേ? വീഡിയോ കാണാത്ത ആൾക്കാരേക്കാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ പറയുക, പുതിയ വീഡിയോസ് പുതിയ വീഡിയോസ് കൊണ്ട് വരുന്നതാണ്. നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനും ഒരുപാട് കാര്യങ്ങൾ അറിയാനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന അറിവുകളും എനിക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവർക്കും പങ്കുവെക്കുന്നതാണ്. അല്ലെങ്കിൽ എല്ലാവരും ഞാൻ കാണിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓക്കെ.